ഹലോ! അങ്ങനെ നമ്മുടെ പുതിയം ചന്ദ്രകാന്തം പ്രൊമോയിലുണ്ടല്ലോ, നമ്മുടെ ഗൗരി മോള് നമ്മുടെ നന്ദയെ കാണുമെന്നും പറഞ്ഞ് ഭയങ്കര വാശിയാട്ടോ. അപ്പൊ നമ്മുടെ ലക്ഷ്മിയമ്മയും നമ്മുടെ ഗൗതവും കുറേ കാര്യങ്ങളും കുറേ ഓഫറൊക്കെ കൊടുത്ത് ആ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ഗൗരി മോള് കട്ട വാശിയിലാണ് എനിക്കിപ്പം അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മുടെ ഗൗതം ആണെങ്കിലും നമ്മുടെ ഗൗരി മോളുടെ മനസ്സൊക്കെ മാറ്റാൻ വേണ്ടി ഒരു കുന്ന് ടോയ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഗൗരി മോളുടെ ഒപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുവാട്ടോ. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ നന്ദുമോൻ ആകപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുവാട്ടോ. ഇത്രയും നാള് നമ്മുടെ ഗൗതമിന് നന്ദുമോൻ മതിയാർന്നല്ലോ. ഇപ്പൊ ദാ നന്ദുമോനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഗൗരിമോൾക്കാണ് എല്ലാ ടോയ്സും. ഗൗരിമോളുടെ കൂടെ കളിക്കുന്നു. അപ്പൊ നന്ദുമോൻ ആകപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ കാണിക്കുന്നുണ്ട് ട്ടോ. അപ്പുറത്ത് നമ്മുടെ ഗൗരിയല്ല നന്ദ നമ്മുടെ ഗൗരിമോളെ പറ്റി ആ ഒരു പോലീസ് സ്റ്റേഷനില് നമ്മുടെ പോലീസുകാരോട് അന്വേഷിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തീ പൊള്ളുന്ന പനിയായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ടെന്നെങ്കിലും ഒന്ന് ചോദിച്ച് എന്നെ ഒന്ന് അറിയിക്കാവോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് കേണുതാണൊക്കെ കരഞ്ഞുകൊണ്ടൊക്കെ ആട്ടോ നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ? നമ്മുടെ ഗൗതമിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഗൗരിമോളെ സ്വീകരിച്ചെങ്കിൽ നന്ദയെയും കൂടെ നമ്മുടെ ഗൗതം പരിഗണിച്ചേ പറ്റൂ അല്ലെ പ്രേക്ഷകർ? അപ്പൊ എന്തായാലും നന്ദയെ അടുത്ത് തന്നെ നമ്മുടെ ഗൗതം ഇന്ദീവരത്തിലേക്ക് കൊണ്ടുവരുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടോ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.